കണ്ണൂരിൽ വെല്ലുവിളി ഉയർത്തി കെ സുധാകരൻ. CPM-ലെ G സുധാകരന് പിന്നാലെ കെ സുധാകരനും വിയോജിപ്പിന്റെ പാതയിൽ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സീറ്റ് കിട്ടാത്ത വലുതും ചെറുതുമായ നേതാക്കളുടെ രാജിയും കൂടുമാറ്റവുമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുധാകരനെ തിങ്കളാഴ്ച ഡൽഹിയിലെത്താൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. എറണാകുളത്ത് LDF സീറ്റ് വച്ചുമാറുന്നു. അങ്കമാലി സീറ്റ് CPM-ന് നൽകി പകരം എറണാകുളം സീറ്റ് ISJDക്ക് നൽകാനാണ് തീരുമാനം. എറണാകുളത്ത് ISJDയിലെ സാബു ജോർജാവും മത്സരിക്കുക. ഇതേസമയം അങ്കമാലിയിൽ CPM-ലെ സാബു പോൾ സ്ഥാനാർത്ഥിയാകും. G സുധാകരൻ പാർട്ടി വിട്ടതിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കാതെ EP ജയരാജൻ. കുലംകുത്തി എന്ന് താൻ വിളിച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങളോട് EP ജയരാജൻ പറഞ്ഞു. സുധാകരനെ തള്ളാതെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയും. സീറ്റു ചർച്ചകൾ എങ്ങുമെത്താതെ തുടരവേ അടൂരിൽ DCC സെക്രട്ടറി ബാബു ദിവാകരൻ കോൺഗ്രസ് വിട്ടു. നടൻ ജയസൂര്യ ഉൾപ്പെട്ട സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിക്കും. ശിശുക്ഷേമ സമിതിയുടെ കോഴിക്കോട് അമ്മത്തൊട്ടിലിൽ 4ാമത്തെ അതിഥിയായി 7 ദിവസം പ്രായമുള്ള ആൺകുട്ടിയെ ഇന്ന് കണ്ടെത്തി. കുഞ്ഞിന് ആരവ് എന്ന പേരു നൽകി. കാസർഗോഡ് പറമ്പ സ്വദേശി വേണുഗോപാൽ, ഭാര്യ സ്മിത എന്നിവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മകൻ ശിവാനന്ദ് കഴിഞ്ഞ ദിവസം ട്രെയിൻ തട്ടി മരിച്ചിരുന്നു. കാസർഗോഡ് സ്വദേശി അച്യുതാനന്ദ് ഷേണായി ഓടുന്ന വേണാട് എക്സ്പ്രസിൽ നിന്ന് ഇന്നലെ ചാലക്കുടി പുഴയിൽ വീണു. തിരച്ചിൽ തുടരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസിനെ ചൊല്ലി പാലക്കാട് 9ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. ചാലിശ്ശേരി ഗവൺമെന്റ് HSS വിദ്യാർത്ഥിയെയാണ് കൂട്ടം ചേർന്ന് ആക്രമിച്ചത്. പെരിന്തൽമണ്ണയിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിനെതിരെ പോസ്റ്റർ. കഴിവുള്ള യുവ നേതാക്കൾ പെരിന്തൽമണ്ണയിലുണ്ടെന്നാണ് പോസ്റ്റർ. ഇത് LDFന്റെ പണിയാണെന്നാണ് നജീബ് കാന്തപുരം പക്ഷം പറയുന്നത്. ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി എറണാകുളം സെക്രട്ടറി ബേസിൽ പോൾ കേരള കോൺഗ്രസിലേക്ക് പോകുന്നു. ജോസ് കെ മാണിയുമായി ബേസിൽ പോൾ കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന് SIT ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. തന്ത്രിക്ക് പോറ്റിയുമായി അഭേദ്യ ബന്ധമുണ്ടെന്നും SIT കോടതി മുമ്പാകെ വ്യക്തമാക്കി. പതിമൂന്നാം ദിവസവും പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുമ്പോൾ ഇസ്രായേലിലേക്ക് കൂടുതൽ മിസൈലുകൾ അയച്ച് ഇറാൻ. ബഹ്റിൻ വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഇറാഖിൽ ഒരു US യുദ്ധവിമാനം തകർന്നു വീണു. ഇതിനിടെ മുജ്തബ ഖമൈനിക്ക് പരിക്കേറ്റുവെന്നും പരിക്ക് നിസാരമല്ല എന്നുമുള്ള വാർത്തകൾക്ക് സ്ഥിരീകരണമായി. ഇറാന്റെ അനുമതി കിട്ടാനായി ഹോർമൂസ് കടലിടുക്കിന് സമീപം കിടക്കുന്നത് 8 LPG ഇന്ത്യൻ കപ്പലുകളെന്ന് റിപ്പോർട്ട്. ഇതിനു പുറമെ മറ്റ് 28 ഇന്ത്യൻ വാണിജ്യ കപ്പലുകളും അനുമതി കാത്തു കിടക്കുന്നു.